ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. പൊതുവെ കുട്ടികൾക്കൊക്കെ നമ്മൾ റാഗിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനായിട്ടൊക്കെ നല്ല മടിയായിരിക്കില്ലേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കുടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് 1/4 കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് തന്നെ വേണമെന്നില്ല, ഇതിന് പകരം വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് കുറുക്കിയെടുക്കാനായിട്ടുള്ളതാണ്. നമ്മളിത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ആദ്യമേ നമ്മളിങ്ങനെ മിക്സാക്കിയിട്ട് കുറുക്കിയെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും കുറച്ചെങ്കിലും റാഗി കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ റാഗിയൊക്കെ കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളൊന്നും അത് കഴിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് നമ്മൾ ഇങ്ങനെ ജ്യൂസാക്കിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവരെ പറ്റിക്കാനായിട്ട് പറ്റും. ഈ ഒരു ജ്യൂസിന് റാഗിയുടെ ഒന്നും ഒരു ടേസ്റ്റും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ചാനലിൽ വേറെയും റാഗി വെച്ചിട്ടുള്ള ജ്യൂസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. 2-3 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഇത് നല്ലോണം കുറുകി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ ഇത്രയും ആയാൽ മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു ജ്യൂസ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് നല്ലോണം തണുപ്പിച്ചിട്ടുള്ള പാലാണ് കേട്ടോ ചേർക്കണത്. നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടണ പാലില്ലേ, അതെല്ലാം തന്നെ പാസ്ചറൈസ്ഡ് മിൽക്കായിരിക്കും. നമുക്കത് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളിപ്പോൾ എടുക്കുന്നത് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ പാലാണെങ്കിൽ അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം വേണം കേട്ടോ തണുപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മളിപ്പോൾ കുറുക്കിയെടുത്തിട്ടുള്ള റാഗിയില്ലേ, ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കണുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കണതുകൊണ്ട് നമ്മുടെ ഈ ഒരു ജ്യൂസിന് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത്. നമ്മൾ ചേർത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കിനും നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് ചേർക്കണത് പിസ്ത എസൻസ് ആണ് കേട്ടോ. നമുക്കിത് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മളിത് ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ വാങ്ങി വയ്ക്കുവാണെങ്കിൽ നമുക്കിത് കുറേ നാളത്തേക്ക് ഉണ്ടാവും. ഞാൻ 3 ഡ്രോപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ഫ്ലേവർ വേണമെങ്കിൽ 1-2 ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതുപോലെ പിസ്ത എസൻസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ നമ്മുടെ ജ്യൂസിന് നമ്മൾ ഏത് എസൻസാണോ ചേർക്കണത് ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കാമെന്ന് മാത്രം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിസ്ത ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ജ്യൂസും നല്ല ഇഷ്ടമാകും. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ജ്യൂസ് കുടിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ റാഗിപ്പൊടി കൊണ്ടുള്ള പിസ്ത ഫ്ലേവറിലുള്ള ജ്യൂസ്. ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ജ്യൂസും ഒത്തിരി ഇഷ്ടമാകും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്